ചെയ്യുന്നത് നമുക്ക് ഇന്റേണൽ എക്സാമാണ്. ക്ലാസ്സിൽ കയറിയിട്ടുള്ള ആദ്യത്തെ എക്സാമാണ്. എന്താ സംഭവിക്കാമെന്നൊന്നും അറിയത്തില്ല. ഈ എക്സാമിന്റെ മാർക്ക് വെച്ചിട്ടായിരിക്കും മിക്കവാറും നമ്മുടെ ഇന്റേണൽ മാർക്കെല്ലാം സെറ്റ് ചെയ്യുന്നത്. ക്ലാസ്സിൽ എല്ലാവരും ഭയങ്കര പഠിത്തമാണ്. ചോദ്യങ്ങൾ പറയുന്നൊന്നും പഠിച്ചിട്ടില്ലെന്ന്. അല്ല ബേസിലെ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. ക്യൂട്ട്നെസ് എടുത്തോ? ആ വീഡിയോ അല്ല, ക്യൂട്ട്നെസ് എടുത്തു. എന്തൊരു അവസ്ഥയാണ് ഓർത്ത്. 1ാം ക്ലാസ് മുതലേ ഫസ്റ്റ് ബെഞ്ചിലാണ്. പിന്നെ എനിക്ക് സന്തോഷമുള്ളതാ അഭിഷേകം എന്ന് പറഞ്ഞ മറ്റാനുള്ളതുകൊണ്ടാണ്. അല്ല ഞാൻ ഒറ്റപ്പെട്ടു പോയത്. നിനക്കോ? 28-30. നീയോ? 30. മന്തി വാങ്ങിച്ചിട്ടോ? എത്ര ജയിക്കാൻ? 30 വരെ കിട്ടാൻ മന്തി. 7 മാർക്ക് ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. എത്ര മാർക്ക് കിട്ടും? അതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കണ്ടായിരുന്നു. ഞാൻ സംഭവിച്ചു, പക്ഷെ എത്ര മാർക്ക് കിട്ടും? മാർക്ക് പറയാൻ പറ്റത്തില്ല. നീ പറ. ജയിച്ചു. ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഡേ 15 ഓഫ് ഡെയിലി വ്ളോഗ്. അപ്പോൾ നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു വ്ളോഗ് ചെയ്യുകയാണ്. എന്താ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇൻറ്റേർണൽ എക്സാമാണ്. സോ നമ്മൾ ക്ലാസ്സിൽ കയറിയിട്ടുള്ള ആദ്യത്തെ എക്സാമാണ്. എന്താ സംഭവിക്കാമെന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും മിസ് രാവിലെ ഭയങ്കര ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഈ എക്സാമിൻ്റെ മാർക്ക് വെച്ചിട്ടായിരിക്കും മിക്കവാറും നമ്മുടെ ഇൻറ്റേർണൽ മാർക്കെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തൊന്നുമില്ല. കുറച്ച് വായിച്ചിട്ടുണ്ട്. സോ നമ്മളിവിടെ നിന്ന് ഇറങ്ങുവാണ്. ഓക്കെ, ബൈ. ക്ലാസ് ചെയ്ത് കാണാം. എത്രണ്ണം പഠിച്ചു? ഫുള്ള് പഠിച്ചു. ടാറ്റ. കോളേജിൽ ചെന്നിട്ട് കാണാം. കുറച്ച് പേരുടെ റിയാക്ഷൻ കാണിച്ചു തരാം. എന്തെങ്കിലും പഠിച്ചിട്ടോന്ന് ചോദിക്കുക. അവർ പറയും ആടാ ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ള ആ ഡയലോഗ് കേട്ടു തരാം. ക്ലാസ്സിൽ എല്ലാവരും ഭയങ്കര പഠിത്തമാണ്. ചോദ്യങ്ങൾ പറയുന്നൊന്നും പഠിച്ചിട്ടില്ലെന്ന്. അല്ല ബേസിലെ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. ക്യൂട്ട്നെസ് എടുത്തോ? ആ വീഡിയോ അല്ല, ക്യൂട്ട്നെസ് എടുത്തു. ക്ലാസ് തുടങ്ങിയാലും ക്ലാസ് വരാത്ത ആൾക്കാരാണ്. എക്സാം ആയിട്ട് നോക്കി എല്ലാവരും ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ചെയ്യുന്നുണ്ട്. എവിടെ ഇരിക്കും? ഫ്രണ്ടിലിരിക്കേണ്ടി വരും. അശ്വിൻ കൂടെ ഉണ്ട്. എടാ ശ്രേയസ്, അശ്വിൻ കൂടെ ഉണ്ട്. എടാ ഇവിടുന്ന് പരിശീലന ആണോ? എന്തൊരു അവസ്ഥയാണ് ഓർത്ത്. 1ാം ക്ലാസ് മുതലേ ഫസ്റ്റ് ബെഞ്ചിലാണ്. സെറ്റാ 1ാം ക്ലാസ് മുതലേ ഫസ്റ്റ് ബെഞ്ചിലാണ്. പിന്നെ എനിക്ക് സന്തോഷമുള്ളതാ അഭിഷേകം എന്ന് പറഞ്ഞ മറ്റാനുള്ളതുകൊണ്ടാണ്. അല്ല ഞാൻ ഒറ്റപ്പെട്ടു പോയത്. ഒരു 18. എത്ര മാർക്ക് കിട്ടും? അല്ല 18. നിനക്കോ? 28-30. നീയോ? 30. എത്ര? 70 മേലെ കിട്ടിയാല് ഇവിടെ മന്തി വാങ്ങിച്ചിട്ടോ? എത്ര ജയിക്കാൻ? 30 വരെ കിട്ടാൻ മന്തി. 7 മന്തി കേട്ടോ. ഉറപ്പല്ലേ? ജയിക്കാൻ 70% 20%, 24%. അല്ല ഇതൊക്കെ കാണിക്കണേ. എത്ര മാർക്ക് കിട്ടും? ഇതെല്ലാം മാർക്ക് റെക്കോർഡ് ചെയ്ത് വെക്കണം. 7 മാർക്ക് ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പാസ്സാവും. എത്ര മാർക്ക് കിട്ടും? അതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കണ്ടായിരുന്നു. ഞാൻ സംഭവിച്ചു, പക്ഷെ എത്ര മാർക്ക് കിട്ടും? മാർക്ക് പറയാൻ പറ്റത്തില്ല. മാർക്ക് നീ പറ. ജയിച്ചു. കള്ളം പറയില്ല. അഭിഷേകം എഴുതുമെന്ന് നമുക്കറിയാം. കാരണം എന്റെ തൊട്ടപ്പുറത്ത് ഞാൻ കണ്ടായിരുന്നു. ചിലരെ കഴിഞ്ഞിട്ട് എഴുത്തൊക്കെ എഴുതിയത് അത് ക്യാമറയ്ക്ക് പുറകെ. അത് ഞാനല്ല, അത് വേറെ. ഉച്ച കഴിഞ്ഞിട്ടുള്ള എക്സാം ബയോകെമിസ്ട്രിയാണ്. ക്ലാസ്സിൽ ഒന്നും ഇരിക്കുന്നില്ല. നമ്മൾ ലൈബ്രറിയിൽ പോവാട്ടോ. എന്തേലും പഠിക്കട്ടെ. പഠിക്കാനല്ല, അതൊന്നുമില്ല, ചെറുതാണ്. ഞങ്ങൾ ചുമ്മാ പോകുന്നതാണ്. പഠിക്കാനൊന്നും പറഞ്ഞിറങ്ങിയതാണ്. അവിടെ പോയി പഠിക്കാനൊന്നും പറ്റില്ല. നമുക്ക് അറിയാം, ബേസിൽ അറിയാം. ഒന്നും പറയണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ പോയിരിക്കാം. ഇവിടെയാണ് ലൈബ്രറി. സ്റ്റെപ്പ് ഫേസ് സ്കാൻ. ലൈബ്രറിയിലാണ്. ഗൈസ്, ഉച്ചയായി. ഇന്നാണ് ഫുഡൊന്നും കൊണ്ടുവന്നിട്ടില്ല. ചോറ് കഴിക്കണോ ബിരിയാണി കഴിക്കണോ ഒന്നും അറിയാൻ പാടില്ല. വേസ്റ്റ് അവിടെ ഇരിപ്പുണ്ട്. അവനോട് ചോദിച്ചു നോക്കാം. എന്താ കഴിക്കുന്നത്? പരീക്ഷയ്ക്ക് ആരൊക്കെ എന്താ കഴിക്കുന്നത്? എന്താ
ചോറാണോ ബിരിയാണി? ഫീഡ് എടുക്കില്ല. പറ, സമയമില്ല, പെട്ടെന്ന് പറ. എന്തെങ്കിലും ലഘുവായിട്ട് റെഡി. ചോറ് കഴിച്ചോ? ചോറാണ് കഴിച്ചിട്ട് വേണം ഇനി പോയി എന്തേലും നോക്കാൻ. എക്സാമിന് മുമ്പ് സമയം കിട്ടുമെന്ന് അറിയില്ല. 10 മിനിറ്റ് കൊണ്ടെല്ലാം തെറ്റാം. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിൽ വന്നു. ഇന്ന് നമുക്ക് 2 എക്സാം ഉണ്ടായിരുന്നു. ആദ്യത്തേത് ഫുഡ് ടെക്നോളജി, പിന്നെ ഉച്ചക്കുണ്ടായിരുന്നത് ബയോ കെമിസ്ട്രി. ഫുഡ് ടെക്നോളജി കുഴപ്പമില്ല, കുറേ എഴുതിയിട്ടുണ്ട്. ബയോടെക്നോളജിയുടെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. മാർക്ക് വരുമ്പോൾ അറിയാം. കുറേ സ്ട്രക്ചർ ഉണ്ടായിരുന്നു വരയ്ക്കാൻ, ഒന്നും വരച്ചില്ല, എല്ലാം മറന്നുപോയി. എന്ത് ചെയ്യാൻ? കുഴപ്പമില്ല, നമുക്ക് സെം എക്സാമിന് മേടിക്കാം. സോ നമ്മളിപ്പം ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ, വേറൊരു പരിപാടിയുണ്ട്, ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജിമ്മിൽ ചേർന്നു. ജിമ്മിലിപ്പോൾ ഒരാഴ്ചയായില്ല, ഒരു 4 ദിവസം പോയി. അപ്പോൾ ഇന്നലെ ഇല്ലായിരുന്നു, ഞായറാഴ്ച. നമ്മൾ ഇന്നലെയാണ് വീട്ടിൽ നിന്ന് വന്നത്. ഇന്ന് തിങ്കളാഴ്ച. നമുക്കൊരു 6 മണിയാകുമ്പോൾ ജിമ്മിൽ പോയിട്ട് വരാം. എനിക്കറിയുന്നത് ഞാൻ മാത്രമേ കാണുള്ളൂ, കൂടെയുള്ള 2 പേർ വരില്ല. ഓഫ് കോഴ്സ് എല്ലാ ദിവസവും വരുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു, അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം. നമ്മൾ ജിമ്മ് മിസ്സാക്കുന്നൊന്നുമില്ല. ഓക്കെ, ബയോ കെമിസ്ട്രിയുടെ കാര്യം ബേസിൽ പറഞ്ഞു തരും. ഞാൻ പറഞ്ഞു നിങ്ങൾ ബോറടിക്കും. പറ. കുഴപ്പമില്ലായിരുന്നു. അത്ര ഉള്ളൂ. എന്തേലും പറയടാ, സത്യാവസ്ഥ പറ. വലിയ പാടായിരുന്നു, മനസ്സിലായല്ലോ. അപ്പോൾ മര്യാദയ്ക്ക് പഠിച്ചു, പക്ഷെ അത് മറന്നുപോയി. അതാണ് സത്യാവസ്ഥ. ജിമ്മിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് പഴം കഴിച്ചിട്ട് പോവാം, പ്രീ വർക്കൗട്ടായിട്ട്. കോഫി ഉണ്ടാക്കാൻ കോഫി പൗഡർ കഴിഞ്ഞു, ഇനി അത് വാങ്ങണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ജിമ്മിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. സ്പോർട്ടിംഗ് FC ജേഴ്സി, റൊണാൾഡോയുടെ ആദ്യത്തെ ക്ലബ്. അപ്പോൾ നമുക്ക് പോയേക്കാം. ഒറ്റയ്ക്കാണ്. അവിടെ പോയിട്ട് മിക്കവാറും ഇന്ന് ബൈസായിരിക്കും ചെയ്യണേ. അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. നമുക്ക് 2-3 ദിവസം കഴിയട്ടെ, സെറ്റാക്കാം. സോ ജിമ്മിൽ പോയിട്ട് വരാം. ജിമ്മ് കഴിഞ്ഞു. മുട്ട മേടിക്കട്ടെ. ഇപ്പോൾ ചിക്കൻ എന്തോ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഉണ്ടാക്കിയിട്ട് എപ്പോൾ കഴിക്കാനാണ് പറഞ്ഞത്, നോക്കട്ടെ. നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ വിത്ത് വാട്ട് കൈൻഡ് ഓഫ് കഞ്ഞി. ചിക്കൻ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. മുളക് പൊടി മാത്രമേ ഉള്ളൂ. ബാച്ചുലർ ഫ്രണ്ട്ലി. ഉള്ളി, മുളക് പൊടി, മഞ്ഞപ്പൊടി. സെറ്റ്. ഹലോ ഗായ്സ്. അപ്പോ കഞ്ഞി റെഡി. അല്ല, കഞ്ഞിയല്ല, ചോറാ. ഇന്ന് പ്യുവർ ചോറാണ് വിത്ത് ചിക്കൻ ഫ്രൈ, അച്ചാർ. ജസ്വിൻ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ. നൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം തീർന്നിരിക്കുകയാണ്. നമുക്ക് നാളെ 2 എക്സാമാണ് ഉള്ളത്. ഒന്ന് മൈക്രോബയോളജി, പിന്നെ ഉള്ളത് ഫുഡ് കെമിസ്ട്രി. അതിൽ നമ്മൾ ഫുഡ് കെമിസ്ട്രി ഇതുവരെ നോക്കിയിട്ടേ ഇല്ല, തൊട്ടിട്ടേ ഇല്ല. ഉച്ച കഴിഞ്ഞിട്ടാണ് ഫുഡ് കെമിസ്ട്രി. അപ്പോൾ ഫസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ആദ്യത്തെ എക്സാം മൈക്രോബയോളജിയാണ്. അപ്പോൾ അത്ര ഉള്ള കാര്യങ്ങൾ. കുറച്ച് എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് കിടന്നുറങ്ങും. ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്തിട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, എത്ര ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.